നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കുന്ന കോഴ്സ് ലോഞ്ച് ചെയ്തത് മുതലേ ഇതുവരെ ഏറ്റവും അധികം റിക്വസ്റ്റ് കിട്ടിയ വീഡിയോ ഇതാണ്. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന റിലേറ്റഡ് വീഡിയോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ഇൻകം കൂടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടക്കേണ്ടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഈ ഒരു കാര്യം ചോദിച്ചത്. തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. ഏതിലാണ്? നിങ്ങൾ ടാക്സ് അടക്കുന്നതിലാണോ? ടാക്സ് അടക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സന്തോഷം നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ ഏർണിങ്സ് കൂടുന്നു എന്ന് അറിയുന്നതിലാണ്. അതിശക്തമായിട്ട് തന്നെ നമുക്ക് മുന്നിലേക്ക് പോകാം. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ട്രേഡർ എങ്ങനെ ടാക്സ് ഫയൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയല്ല. എന്നാൽ ആ കാര്യം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട മറ്റു കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ട്. ഈ വർഷത്തെ 2020 ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ പേഴ്സണൽ ഇൻകം ടാക്സ് സ്ലാബ്സിൽ കുറച്ച് റിവിഷൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഓൾഡ് ടാക്സ് സ്ലാബ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. എന്നാൽ ന്യൂ ടാക്സ് സ്ലാബ്സ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ന്യൂ ടാക്സ് സ്ലാബ്സ് പഴയ ടാക്സ് സ്ലാബ്സിനേക്കാളും എത്രയോ കുറവാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ഡയറക്ട്ലി ഒരു 10% കുറവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ അത്ര ഈസി ഒന്നുമല്ല. ഇനി മുന്നിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ശരിക്കും ഒരു ഓപ്ഷൻ ഉണ്ടാകും. പഴയ ടാക്സ് സ്ലാബ് വെച്ചിട്ട് നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യണമോ അതോ പുതിയ ടാക്സ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ടാക്സ് ഫയൽ ചെയ്യണമോ എന്ന്. എന്നാൽ ഇവിടെ ഈ പുതിയ ടാക്സ് സ്ട്രക്ചറിൽ കുറവ് ടാക്സ് ആണെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതിലെന്താ പാട്, ഈ പുതിയ ടാക്സ് സ്ട്രക്ചർ എടുത്താൽ പോരെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഇതിനകത്ത് കുറെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ പണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഒരൊറ്റ ടാക്സ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് ടാക്സ് അടച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുകയാണ്. 2 ടാക്സ് സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾ തന്നെ ബുദ്ധിപരമായിട്ട് ഇന്റലിജന്റ്ലി അത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ CA ഹെൽപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് എങ്ങനെയാണ് ടാക്സ് അടക്കുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് ഈ ഒരു ജനറൽ ഇൻകം ടാക്സ് റിലേറ്റഡ് ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നിങ്ങൾ അറിയേണ്ടതുണ്ട്. എന്നാൽ അതിനേക്കാളും മുൻപ് നിങ്ങൾ അറിയേണ്ടത് എന്താണ് ഇൻകം ടാക്സ്, എന്തിനാണ് ഇൻകം ടാക്സ് അടക്കുന്നത്, ആരാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത്, എപ്പോഴാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത്, ഒരു NRI എപ്പോഴാണ്, എങ്ങനെയാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത്, അങ്ങനെ ഇൻകം ടാക്സ് റിലേറ്റഡ് കുറെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ബേസിക്കലി അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. അതിൽ ആ പറഞ്ഞ എല്ലാ ബേസിക് കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ പഴയ ടാക്സ് സ്ട്രക്ചർ വെച്ചിട്ട് എങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നും കാണിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക, നന്നായി പഠിക്കുക, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നും അസ്യൂം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ടാക്സ് സ്ട്രക്ചർ എന്താണെന്ന് നന്നായി മനസ്സിലാക്കാനും ഇവയെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാനും, നിങ്ങൾ മുന്നിലേക്ക് ടാക്സ് ഫയൽ ചെയ്യാൻ പോകുമ്പോൾ ഇതിൽ ഏത് സ്ട്രക്ചർ ആര് സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ മാത്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്പേഴ്സിലേക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാനുമായിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഴയ ടാക്സ് സ്ട്രക്ചർ എന്തായിരുന്നു, അതുപോലെ തന്നെ പുതിയ ടാക്സ് സ്ട്രക്ചർ എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം മുന്നിലേക്ക് പോയിട്ട് ഇവയെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന് പഠിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം അതിനായിട്ട് നമുക്ക് ഈ ടേബിളിനെ ഒന്ന് പരിചയപ്പെടാം. ടേബിളിന്റെ ആദ്യത്തെ കോളത്തിൽ നമ്മൾ കാണുന്നത് നെറ്റ് ടാക്സബിൾ ഇൻകം ആണ്. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ കാണുന്നത് പഴയ ടാക്സ് സ്ട്രക്ചർ പ്രകാരമുള്ള ടാക്സിന്റെ പെർസെന്റേജസ് ആണ്. അതുപോലെ തേർഡ് കോളത്തിൽ നമ്മൾ കാണുന്ന പുതിയ ടാക്സ് സ്ട്രക്ചർ പ്രകാരമുള്ള ടാക്സിന്റെ പെർസെന്റേജസ് ആണ്. അപ്പോൾ ആദ്യത്തെ കോളം ഞാൻ പറഞ്ഞു നെറ്റ് ടാക്സബിൾ ഇൻകം ആണെന്ന് പറഞ്ഞു. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെയും നെറ്റ് ടാക്സബിൾ ഇൻകത്തിന്റെയും വ്യത്യാസം നിങ്ങൾ അറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു വർഷം എല്ലാ സോഴ്സസിൽ നിന്നും കിട്ടിയ ടോട്ടൽ ഇൻകത്തിന്റെ ആ ഒരു ടോട്ടലാണ്. ആ ടോട്ടൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറി പ്ലസ് നിങ്ങളുടെ ബിസിനസ് ഇൻകം പ്ലസ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻകം പ്ലസ് നിങ്ങൾക്ക് എന്തെങ്കിലും റെന്റൽ ഇൻകം ഉണ്ടെങ്കിൽ ആ ഒരു ഇൻകം, അങ്ങനെ നിങ്ങൾക്ക് ഏതെല്ലാം സോഴ്സസിൽ നിന്ന് ഇൻകം വരുന്നുണ്ടോ അതിന്റെ എല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്നാൽ ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊക്കെയാണ് ഡിഡക്ഷൻസ്? കുറച്ചെങ്കിലും നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നതുമായിരിക്കും. നിങ്ങൾക്ക് ഹൗസ് റെന്റ് അലവൻസ് ഒരു ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻഷുറൻസ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഡിഡക്ഷൻസ് നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഇതുപോലുള്ള ഡിഡക്ഷൻസിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ് ഒരു വർഷം എല്ലാ സോഴ്സസിൽ നിന്ന് കിട്ടിയതെന്ന് വിചാരിക്കുക. ആ കിട്ടിയ 5 ലക്ഷം രൂപയിൽ നിങ്ങളൊരു 2 ലക്ഷം രൂപ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 3 ലക്ഷം രൂപയായി. നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത് ആ 3 ലക്ഷത്തിന്റെ പുറത്ത് മാത്രമാണ്, അല്ലാതെ 5 ലക്ഷത്തിന്റെ പുറത്തല്ല. അപ്പോൾ നമ്മുടെ ടേബിൾ പരിചയപ്പെടുകയാണെങ്കിൽ ആദ്യത്തെ കോളത്തിലുള്ളത് നെറ്റ് ടാക്സബിൾ ഇൻകം ആണ്. അപ്പോൾ ഇനി നമുക്ക് പഴയ സ്ട്രക്ചർ അനുസരിച്ചും പുതിയ സ്ട്രക്ചർ അനുസരിച്ചുമുള്ള ടാക്സ് സ്ലാബ്സ് പരിചയപ്പെടാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു ഇൻകം സ്ലാബ്, നെറ്റ് ടാക്സബിൾ ഇൻകത്തിന്റെ സ്ലാബ് എന്ന് പറയുന്നത് അപ് ടു 2.5 ലാക്സ് ആണ്. ഈ നമ്പേഴ്സ് എല്ലാം ലാക്സിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2.5 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എങ്കിൽ, ഗ്രോസ് ഇൻകം അല്ല, ഒന്നുകൂടി പറയുകയാണ്, നെറ്റ് ടാക്സബിൾ ഇൻകം 2.5 ലക്ഷം വരെ ആണെങ്കിൽ പഴയ ടാക്സ് സ്ട്രക്ചർ അനുസരിച്ച് നിങ്ങൾ 0 rupees, 1 രൂപ പോലും ഇൻകം ടാക്സ് അടക്കേണ്ടതില്ല. അത് പുതിയ ടാക്സ് സ്ട്രക്ചർ അനുസരിച്ചും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്ലാബ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ 2.5 lakhs to 5 lakhs ആണ്. വളരെ കോമൺ ആയിട്ട് കൂടുതൽ ആൾക്കാരും പെടുന്ന ഒരു സ്ട്രക്ചർ ഇതാണ്. എന്നാൽ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്സും ഉള്ളത്. നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ പഴയ സ്ട്രക്ചർ അനുസരിച്ചാണെങ്കിലും പുതിയ സ്ട്രക്ചർ അനുസരിച്ചാണെങ്കിലും ഇവിടെ 2% ഉണ്ട്, 0 അല്ലെങ്കിൽ 5%. ഇവിടെ കാര്യങ്ങൾ കുറച്ചൊന്ന് ട്രിക്കിയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 2.5 ലക്ഷം മുതൽ 5 ലക്ഷത്തിന്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ, അതായത് മാക്സിമം നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 5 ലക്ഷം മാത്രമാണ് എങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് അടക്കേണ്ടതില്ല. അപ്പോൾ പിന്നെ എന്താണ് ഈ 5%? നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, സേ ഒരു 7.5 ലക്ഷമാണ്, അല്ലെങ്കിൽ ഒരു 8 ലക്ഷമാണ്, അല്ലെങ്കിൽ ഒരു 11 ലക്ഷമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 2.5 ലക്ഷത്തിന് 5% നിങ്ങൾ അടക്കേണ്ടി വരും. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ അതിൽ ഈ സ്ലാബ് വൈസ് കാൽക്കുലേഷൻ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നിലേക്ക് പോകുമ്പോൾ ഇവിടെയും ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അവിടെ നിങ്ങളുടെ 2.5 to 5 lakh എന്ന ഇൻകത്തിന്റെ പുറത്ത് വരുന്ന ഇൻകം ടാക്സ് ആയിരിക്കും ഈ 5%. അത് പഴയ സ്ട്രക്ചർ ആണെങ്കിലും പുതിയ സ്ട്രക്ചർ ആണെങ്കിലും സെയിം തന്നെയാണ്. മാറ്റങ്ങൾ തുടങ്ങുന്നത് ബേസിക്കലി ഇവിടുന്ന് താഴോട്ടാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ പഴയ ഇൻകം ടാക്സ് സ്ട്രക്ചർ അനുസരിച്ചിട്ട് 5 ലക്ഷം മുതൽ 10 ലക്ഷം എന്ന് പറയുന്നത് അതൊരു ഒറ്റ സ്ലാബ് ആയിരുന്നു. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എങ്കിൽ അവിടെ നിങ്ങൾ 20% ടാക്സ് അടക്കേണ്ടിയിരുന്നു ഇതിൽ, ഈ ഒരു സ്ലാബിൽ വരുന്ന നിങ്ങളുടെ ഇൻകത്തിന്. എന്നാൽ പുതിയ ടാക്സ് സ്ട്രക്ചർ അനുസരിച്ച് ഈ 5 to 10 lakhs എന്ന ഒരു സ്ലാബിനെ ഫർദർ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് 5 to 7.5 lakhs വരെയാണ് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എങ്കിൽ അവിടെ 10% നിങ്ങൾ ടാക്സ് അടക്കേണ്ടത്. 7.5 to 10 lakhs വരെയാണെങ്കിൽ 15% നിങ്ങൾ ടാക്സ് അടക്കേണ്ടത്. എഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാണുമ്പോൾ നല്ലൊരു കുറവ് കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ ഇതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് കുറച്ചുകൂടി ഈസിലി ഞാൻ മനസ്സിലാക്കി തരാം. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരാളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 7 ലക്ഷമാണ്. അങ്ങനെ 7 ലക്ഷം ആണെങ്കിൽ ഓൾഡ് ടാക്സ് റെജീം അനുസരിച്ച് അയാൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 2.5 ലക്ഷം വരെ അയാൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല. അടുത്ത 2.5 ലക്ഷം, അയാളുടെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള അയാളുടെ ഏർണിംഗ്സിന്റെ പുറത്ത് അയാൾ 5% ടാക്സ് അടക്കേണ്ടതുണ്ട്. അപ്പോൾ 2.5 lakhsന്റെ 5% എന്ന് പറയുന്നത് 12,500 rupees ആണ്. 12,500 rupees എന്തായാലും ടാക്സ് അടക്കണം. അതിന്റെ പുറത്ത് പിന്നെ എത്ര? 7 ലക്ഷം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 5 ലക്ഷത്തിന്റെ മുകളിൽ 2 ലക്ഷം കൂടി അയാൾക്ക് ഏർണിംഗ് ഉണ്ട്. ആ 2 ലക്ഷം പെടുന്നത് ഈ ഒരു ടാക്സ് ബ്രാക്കറ്റിലാണ്, ഓൾഡ് ടാക്സ് റെജീം പ്രകാരം. അപ്പോൾ അതിന്റെ പുറത്ത് അയാൾ 20% കൊടുക്കേണ്ടതുണ്ട്. 2 lakhന്റെ 20% എന്ന് പറയുന്നത് 40,000 രൂപയാണ്. അപ്പോൾ 40,000 രൂപ ഈ ഒരു സ്ലാബിൽ ടാക്സ് വരുന്നുണ്ട്. അതുപോലെ 12,500 രൂപ ഈ ഒരു ടാക്സ് സ്ലാബിൽ വരുന്നുണ്ട്. ഈ ഒരു ടാക്സ് സ്ലാബിൽ അയാൾക്ക് 0 rupees ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 40,000 പ്ലസ് 12,500 52,500 രൂപ ടാക്സ് അയാൾ അടക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇതേ ആള് 7 ലക്ഷം രൂപ നെറ്റ് ടാക്സബിൾ ഇൻകം ആള് ഈ പുതിയ ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്യുന്നെങ്കിലോ ആദ്യത്തെ 2.5 ലക്ഷം രൂപക്ക് അയാളും ടാക്സ് കൊടുക്കണ്ട, രണ്ടാമത്തെ 2.5 ലക്ഷം രൂപക്ക് അയാളും 12,500 രൂപ കൊടുക്കണം. അടുത്ത 2 ലക്ഷം രൂപയുടെ പുറത്ത് എന്നാൽ അയാൾക്ക് 10% കൊടുത്താൽ മതി. അതായത് 20,000 രൂപ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കേസിൽ പുതിയ ടാക്സ് റെജീം ഇയാൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ ടാക്സ് അടക്കേണ്ടത് 12,500 പ്ലസ് 20,000 രൂപ 32,500 രൂപ മാത്രമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കേസിൽ ഈ ആൾക്ക് പുതിയ ടാക്സ് റെജീം സെലക്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എന്നാലും നിങ്ങൾ പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് എത്തണ്ട. എല്ലാവരും കണ്ണുപൂട്ടി പുതിയ ടാക്സ് റെജീം എടുക്കണം എന്നല്ല ഇതിനർത്ഥം. മുന്നിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി നമ്മൾ ക്ലാരിഫിക്കേഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ മുന്നിലേക്ക് എന്തായാലും ഞാൻ ഇനി വളരെ വിശദമായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പരിപാടി എന്തായാലും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നേരത്തെ 10 ലക്ഷം മുതൽ 15 ലക്ഷം എന്നുള്ളത് ഒരൊറ്റ ബ്രാക്കറ്റ് ആയിരുന്നു.
ഡയറക്ട്ലി 30% ടാക്സ് കൊടുക്കണമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് 10 to 12.5 lakhs എന്നും 12.5 lakhs to 15 lakhs എന്നും രണ്ട് സ്ലാബ്സ് ആക്കിയിട്ടുണ്ട്. അവിടെ തന്നെ ആദ്യത്തെ സ്ലാബില് 20%, രണ്ടാമത്തെ സ്ലാബില് 25% ടാക്സ് വരുന്നത്. എബോവ് 15 lakhs പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് പഴയ സ്ട്രക്ചർ അനുസരിച്ചാണെങ്കിലും പുതിയ സ്ട്രക്ചർ അനുസരിച്ചാണെങ്കിലും 30% തന്നെയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത്രയും കണ്ടതിലൂടെ തോന്നുന്നുണ്ടാകും ഈ പുതിയ ടാക്സ് സ്ട്രക്ചർ സെലക്ട് ചെയ്താൽ പോരെ, അത് വളരെ ഈസി അല്ലേ, അവിടെ എന്ത് വലിയ ലാഭമാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ ക്യാച്ച് ഇരിക്കുന്നത്. ഞാൻ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ വായിച്ച കാര്യമായിരിക്കും. അതായത് ഓൾഡ് ടാക്സ് സ്ട്രക്ചർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എക്സെപ്ഷൻസും ഡിഡക്ഷൻസും ക്ലെയിം ചെയ്യാൻ എലിജിബിൾ ആണ്. എന്നാൽ നിങ്ങൾ ന്യൂ ടാക്സ് സ്ട്രക്ചർ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിലോ അവിടെ നിങ്ങൾക്ക് ഈ എക്സെപ്ഷൻസും ഡിഡക്ഷൻസും ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതിനർത്ഥം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം അവിടുന്ന് ഡിഡക്ഷൻസ് സബ്ട്രാക്ട് ചെയ്തപ്പോഴാണല്ലോ നെറ്റ് ടാക്സബിൾ ഇൻകം കിട്ടിയത്. അത് നിങ്ങൾ ഒന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ പുതിയ ടാക്സ് സ്ട്രക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാൻ എന്താ പറഞ്ഞ ഡിഡക്ഷൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന്. ഡിഡക്ഷൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഈ പറഞ്ഞ ഫോർമുലയുടെ അർത്ഥം എന്തായി? നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് ഈക്വലന്റ് ആകും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ കുറെ ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പഴയ ടാക്സ് സ്ട്രക്ചർ ആയിരിക്കും നല്ലത്. എന്നാൽ നിങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാരെയും കാണുന്നത് പോലെ ഇൻകം ടാക്സിനെ പറ്റി ചിന്തിക്കാതെ ഇൻകം ടാക്സ് ഒക്കെ എങ്ങനെയെങ്കിലും അത് വരുമ്പോൾ എങ്ങനെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് അടച്ച് തീർത്താൽ മതി എന്ന് ചിന്തിക്കുന്ന ഫിനാൻഷ്യലി ലിറ്ററേറ്റ് അല്ലാത്ത ആൾക്കാരാണ്, പ്രോപ്പർലി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താത്തവരാണ്, അങ്ങനെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ന്യൂ ടാക്സ് സ്ട്രക്ചർ ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഡിഫറൻസ് ആണ് ബേസിക്കലി നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ട ഫാക്ടർ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ നല്ല ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആണ്, നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട്, ബുദ്ധിപരമായിട്ടുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പഴയ ടാക്സ് സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ പറച്ചിലിൽ മാത്രം നിർത്തുന്നില്ല, മുന്നിലേക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയിട്ട് ഒരു എക്സൽ ഷീറ്റിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എക്സാക്ട്ലി മനസ്സിലാക്കാം ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന്. അപ്പോൾ ഈ രണ്ട് ടാക്സ് സ്ലാബ്സിനെ പറ്റി വളരെ ഈസിലി മനസ്സിലാക്കാനും അതുപോലെ തന്നെ പല തരത്തിലുള്ള ഡിഡക്ഷൻസ് നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ ഏത് ടാക്സ് സ്ലാബ്സ് ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് ആക്ച്വലി ലാഭം കിട്ടുന്നതെന്നും അതുപോലെ തന്നെ ഏതൊരു പോയിന്റിൽ നിങ്ങൾ പഴയ ടാക്സ് സ്ലാബ് ഉപയോഗിക്കണമെന്നും മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ഒരു ഗൂഗിൾ ഷീറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെ നിങ്ങൾ മറ്റൊരു ഷീറ്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുള്ള രീതിയിലുള്ള കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളിപ്പോൾ വൈറ്റ് ബോർഡിൽ കണ്ട സെയിം ഒരു സംഭവം. അതായത് പഴയ ടാക്സ് റെജീം പ്രകാരമുള്ള പെർസെന്റേജസ് ഇവിടെയുണ്ട്, പുതിയ ടാക്സ് റെജീം പ്രകാരമുള്ള പെർസെന്റേജസ് ഇവിടെയുണ്ട്. അതിനനുസരിച്ചുള്ള കാൽക്കുലേഷൻ ടാക്സ് എമൗണ്ട്സ് ആണ് ഈ രണ്ട് കോളംസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പഴയ ടാക്സ് റെജീം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സംഷൻസും ഡിഡക്ഷൻസും എല്ലാം ക്ലെയിം ചെയ്യാൻ പറ്റും. എന്നാൽ പുതിയ ടാക്സ് റെജീം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലോ നിങ്ങൾക്ക് ഇതുപോലുള്ള യാതൊരുവിധ ഡിഡക്ഷൻസും ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിൽ ഏത് ലെവൽ വരെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ പഴയ ടാക്സ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് ലാഭകരമായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്. ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ ടോട്ടൽ ഗ്രോസ് ഇൻകം 15 ലക്ഷം രൂപയാണ്. അപ്പൊ ഇനി താഴോട്ട് വന്നിട്ട് അവിടെ നിന്ന് 3 ഡിഫറെന്റ് കേസസിൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന നമുക്ക് നോക്കാം. ഈ ഒരു കോളത്തിൽ നമ്മൾ കാണുന്നത് ഒരു ലോ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന ആളാണ്. അതായത് അങ്ങനെ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് അല്ലാത്ത കൺസേൺഡ് അല്ലാത്ത ഒരാളാണ്. അയാൾക്ക് 15 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട്. എന്നാൽ അയാൾ അതിൽ കാര്യമായ ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാതെ ബുദ്ധിപരമായി ഒന്നും ഉപയോഗിക്കാതെ വലിയൊരു എമൗണ്ട് തന്നെ ടാക്സ് കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഈ ഒരു കോളത്തിലുള്ളത് ഡിഡക്ഷൻസ് ലോ ആയിട്ട് ക്ലെയിം ചെയ്യുന്ന ആളാണ്. ഈ ഒരു കോളത്തിൽ കുറച്ചുകൂടി ഫിനാൻഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന ആളാണ്. ഈ ഒരു കോളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓരോ കേസും വ്യക്തമായിട്ട് നോക്കാം. ആദ്യത്തെ കേസിൽ ഇയാളുടെ ഗ്രോസ് ഇൻകം 15 ലക്ഷമാണ്. കണ്ടോ, ഈ ഒരു സെല്ലിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. കുറച്ച് എക്സംഷൻസിന് കുറച്ച് ഡിഡക്ഷൻസിന് എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ, എല്ലാം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കേസിൽ HRA ഹൗസ് റെന്റ് എലമെന്റ് ഒരു എക്സംഷൻസ് ഇയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരുന്നു, എന്നാൽ ഇയാൾ ചെയ്തിട്ടില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഇയാൾ എന്തായാലും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ളത് 15 ലക്ഷത്തിൽ നിന്ന് 50,000 കുറഞ്ഞിട്ട് 14,50,000 രൂപയായി. അതിനുശേഷം ഡിഡക്ഷൻസ് അയാൾക്ക് ക്ലെയിം ചെയ്യാമായിരുന്നു. സെക്ഷൻ 80C എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും യൂലിപ്പ് ഇൻവെസ്റ്റ്മെന്റും അതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്നെല്ലാം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനുള്ളതാണ് 80Cയിൽ വരിക. 80Dയിൽ വരുന്നത് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡും ഇൻഷുറൻസ് റിലേറ്റഡും ഒക്കെയാണ്. എന്നാൽ ഇയാൾ അങ്ങനത്തെ യാതൊരുവിധ ഡിഡക്ഷൻസും ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 14,50,000 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 14,50,000 ആണെങ്കിൽ ഇവിടെ കണ്ടോ, ഈ രണ്ട് സെൽസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യത്തെ സെല്ലില്
ഓൾഡ് ടാക്സ് സ്ലാബ്സ് പ്രകാരം ഇയാൾക്ക് എത്ര ടാക്സ് വരുമെന്നാണ്. ഈ ഒരു സെല്ലില് പുതിയ ടാക്സ് സ്ലാബ്സ് പ്രകാരം ഇയാൾക്ക് എത്ര ടാക്സ് അടക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇയാള് ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാത്തത് കൊണ്ട് ന്യൂ ടാക്സ് സ്ലാബ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇയാൾക്ക് നിയർലി 62,400 രൂപയുടെ ടാക്സ് അടക്കുന്നതിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ എന്തായാലും ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരാള് ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാത്ത ആളാണെങ്കിൽ അയാൾക്ക് ന്യൂ ടാക്സ് സ്ലാബ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി മീഡിയം ഡിഡക്ഷൻസ് നടത്തുന്ന ഒരാളുടെ കേസ് നമുക്ക് നോക്കാം. അയാളുടെ ഗ്രോസ് ഇൻകം 15 ലക്ഷം തന്നെയാണ്. അയാളും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 14,50,000 രൂപയായി. എന്നാൽ ഇയാൾ കുറച്ചുകൂടി ഫിനാൻഷ്യലി അവെയർ ആയിരുന്നത് കൊണ്ട് അയാൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1.5 ലക്ഷം രൂപയുടെ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ അയാൾക്ക് പറ്റി. അപ്പോൾ അയാളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 13 ലക്ഷം രൂപയായി. അപ്പോൾ ഇയാളുടെ കേസിൽ പഴയ ടാക്സ് സ്ട്രക്ചർ വെച്ച് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2,10,600 രൂപയാണ്. എന്നാൽ പുതിയ ടാക്സ് സ്ട്രക്ചർ വെച്ചിട്ടാണെങ്കിലോ അതിലെന്തായാലും വ്യത്യാസമൊന്നുമില്ലല്ലോ. അത് ഗ്രോസ് ഇൻകം വെച്ച് തന്നെയല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് 1,95,000 രൂപ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇയാളുടെ കേസിലും ഇയാൾ കുറച്ചെല്ലാം ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തു എങ്കിൽ പോലും ഇയാൾക്ക് ലാഭം കിട്ടുന്നത് പുതിയ ടാക്സ് സ്ലാബ് ഉപയോഗിക്കുമ്പോഴാണ്. ഇയാൾക്ക് 15,600 രൂപ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ്, അതായത് അതിശക്തമായിട്ട് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന ഒരാളുടെ കേസ് നോക്കാം. ഇയാളുടെയും ഗ്രോസ് ഇൻകം 15 ലക്ഷം തന്നെയാണ്. എന്നാൽ ഇയാള് ഹൗസ് റെന്റ് അലവൻസിൽ തന്നെ 3,60,000 രൂപയുടെ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ ഇയാളും ക്ലെയിം ചെയ്യുന്നുണ്ട്. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C 1,50,000 രൂപ ഇയാളും ക്ലെയിം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നെറ്റ് ടാക്സബിൾ ഇൻകം വെറും 9,40,000 രൂപയായി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പഴയ ടാക്സ് സ്ട്രക്ചർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പടി താഴേക്ക് പോയി അയാളുടെ ടാക്സ് സ്ലാബ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ ടാക്സ് സ്ലാബ് വെച്ചിട്ട് ഇയാളുടെ ടാക്സ് അടക്കേണ്ടത് വരുന്നത് 1,04,520 രൂപ മാത്രമാണ്. എന്നാൽ പുതിയ ടാക്സ് സ്ലാബ് വെച്ചിട്ട് ഇയാൾ അടക്കേണ്ടത് അത് സെയിം തന്നെയാണ്, 1,95,000 രൂപയാണ്. അപ്പോൾ ഇത്രയധികം ഡിഡക്ഷൻസ് അയാൾ ക്ലെയിം ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ട് അയാൾ പുതിയ ടാക്സ് സ്ലാബ് കണ്ണും പൂട്ടി ഫോളോ ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് 90,480 രൂപ നഷ്ടം വന്നേനെ. അപ്പൊ ഇത്ര ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഓൾഡ് ടാക്സ് സ്ലാബ് ഫോളോ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലാകുന്നുണ്ട്, ഡിഡക്ഷൻസ് എത്ര ക്ലെയിം ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ ഏത് ടാക്സ് സ്ലാബ് സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ബേസിക്കലി ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വയം കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനൊന്ന് പറഞ്ഞു തരാം. അതായത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. നിങ്ങളുടെ ഗ്രോസ് ഇൻകം, നെറ്റ് ടാക്സബിൾ ഇൻകം അല്ല, നിങ്ങളുടെ ഗ്രോസ് ഇൻകം 7,50,000 രൂപയാണ് എങ്കിൽ അവിടെ ആ ഒരു കേസിൽ നിങ്ങൾ 1,25,000 കൂടുതലുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൾഡ് ടാക്സ് സ്ട്രക്ചർ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ 10 ലക്ഷമാണ് നിങ്ങളുടെ ഗ്രോസ് ഇൻകം, അവിടെ നിങ്ങൾക്ക് 1,87,000 രൂപയുടെക്കാളും മുകളിൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ പഴയ ടാക്സ് സ്ട്രക്ചർ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ 12.5 ലക്ഷമാണ് നിങ്ങളുടെ ഗ്രോസ് ഇൻകം, 2,08,000 രൂപയേക്കാളും കൂടുതൽ ഡിഡക്ഷൻസ് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഓൾഡ് ടാക്സ് സ്ട്രക്ചർ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മൾ ഇവിടെ കണ്ടതുപോലെ 15 ലക്ഷമോ അതിന് മുകളിലേക്കൊക്കെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ അവിടെ 2.5 ലക്ഷത്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ പുതിയ ടാക്സ് സ്ട്രക്ചറിന്റെക്കാളും ഓൾഡ് ടാക്സ് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നോക്കുന്നതിലൂടെ എന്താണ് ഈ പുതിയ ടാക്സ് സ്ട്രക്ചറും പഴയ ടാക്സ് സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം, അവിടെ നിങ്ങൾ എങ്ങനത്തെ ഡിഡക്ഷൻസ് കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ, ഏറ്റവും അവസാനമായിട്ട് ഏത് കേസിലാണ് നിങ്ങൾ ഓൾഡ് സ്ട്രക്ചർ ഓവർ ന്യൂ സ്ട്രക്ചർ സെലക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുകൂടി പറയുകയാണ്, ഈ ഒരു ഷീറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും കണ്ടതിലൂടെ വളരെ വിശദമായിട്ട് ഈ പുതിയ ടാക്സ് സ്ട്രക്ചർ എന്താണെന്നും പഴയ ടാക്സ് സ്ട്രക്ചറുമായിട്ട് ഇതിനെ എങ്ങനെ കമ്പയർ ചെയ്യാമെന്നും നിങ്ങൾ ഏതിനെ സെലക്ട് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയൊക്കെ ചെറിയൊരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മുന്നിലേക്ക് പോകുമ്പോൾ ഈ ഡിഡക്ഷൻസ് എങ്ങനെ ക്ലെയിം ചെയ്യാം, എങ്ങനെ ബുദ്ധിപരമായി ടാക്സ് സേവ് ചെയ്യാം എന്ന റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് അതിനെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള വീഡിയോസ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ഇനി എന്റെ ഒരു അനാലിസിസ്, എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും പലരും സാധാരണക്കാരൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോഴും ഇൻകം ടാക്സ് അടക്കണമെന്ന് തന്നെ പലർക്കും ആഗ്രഹമില്ല. അടക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് നിർബന്ധിതരായി അടച്ചു പോകുന്നതാണ്. അപ്പോൾ ബേസിക്കലി ചെയ്യേണ്ടത് കാര്യങ്ങൾ ഈസി ആക്കലാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ആക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. കാരണം നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടുതലും ഉള്ളത് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് അല്ലാത്ത ആൾക്കാരാണ്. അവർ ഈ ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പോകാറുമില്ല. അങ്ങനെ ഒരു ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പോകാത്തത് കൊണ്ട് തന്നെ ഈ പഴയ ടാക്സ് സ്ട്രക്ചർ അവർ ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് കുറെ പൈസ വെറുതെ ടാക്സ് ആയി അടക്കേണ്ടി വന്നു. അപ്പോൾ ഈ പുതിയ ടാക്സ് സ്ട്രക്ചർ വന്നത് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അങ്ങനെയുള്ളവർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ജസ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയവരായിരിക്കും, അല്ലെങ്കിൽ വളരെ യങ്
ആയിട്ടുള്ളവരായിരിക്കും. അപ്പൊ അവർ ഇതിനെ പറ്റിയൊന്നും കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാകില്ല, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാറും ഉണ്ടാകില്ല. അപ്പൊ അവർക്ക് ഈ ന്യൂ ടാക്സ് സ്ട്രക്ചർ വന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ പഴയ ടാക്സ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്നവർക്കും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് രീതി ഉള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ ഈ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് പലപ്പോഴും ഒരു ബിഗിനർക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ, ഒരു ലേമാന് ഇതെല്ലാം കുറച്ച് കൺഫ്യൂസിംഗ് ആകാൻ, കുറച്ച് ഇന്റിമിഡേറ്റിംഗ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടാക്സ് സ്ട്രക്ചർ കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈഡ് ആയിരുന്നെങ്കിൽ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമാണ് ഇന്നത്തെ അനാലിസിസ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന്, നന്നായി മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മുന്നിലേക്ക് പോകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എങ്ങനെയാണ്, എപ്പോഴാണ് ടാക്സ് ഫയൽ ചെയ്യുന്നതിനെ പറ്റി വിശദമായിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. എപ്പോഴും പറയാറുള്ളത് പോലെ മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. എല്ലാവരോടും ടാക്സ് അടക്കാൻ ആവശ്യപ്പെടുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.